നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഡിസിൻഫെക്റ്റൻ്റെ കാര്യമാണ്. അതായത് ഒരു ഡിസിൻഫെക്റ്റൻറ്റിനെ ടെസ്റ്റ് ചെയ്യുന്നു, അത് നല്ല ഡിസിൻഫെക്റ്റൻ്റ് ആണോ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള ആ ഒരു ഏതൊക്കെ മെത്തേഡ്സ് വഴിച്ചാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുമ്പോൾ മൈക്രോബ്സ് അല്ലെങ്കിൽ വൈറസിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിൻഫെക്റ്റൻ്റ് യൂസ് ചെയ്യുന്നത്. പലതരത്തിലുള്ളതുണ്ട്, ഇൻ്റർമീഡിയറ്റ്, ലോ ലെവൽ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് പവറുള്ള ഡിസിൻഫെക്റ്റൻ്റ് വരെ ഉണ്ട്. അപ്പം ലോ ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ക്വാളിറ്റേറ്റീവ് സസ്പെൻഷൻ, ക്വാണ്ടിറ്റേറ്റീവ് സസ്പെൻഷൻ ടെസ്റ്റ്, ഡൈലൂഷൻ ടെസ്റ്റ്, കെൽഷി സ്കൈ ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട്. ആ മെത്തേഡ്സൊക്കെ വെച്ച് നമ്മൾ ഈ ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് എത്രമാത്രം ഉപയോഗപ്രദമാണ് എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഫീനോൾ കോഎഫിഷ്യൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഫീനോൾ കോഎഫിഷ്യൻറ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ മെഷർ ചെയ്യുന്നത്, ആ ഒരു സബ്സ്റ്റൻസിന് ഇതിനെ കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് എത്രമാത്രം പവറുണ്ട്, ഡിസിൻഫെക്റ്റിംഗ് പവർ ഉണ്ടെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് ഈ ഇക്വേഷനൊക്കെ ഉണ്ട്. ദെൻ ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മളിതിനെ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 1 നമ്മൾ ഫീനോൾ കോഎഫിഷ്യൻറ്റിൻ്റെ ഇതായിട്ട് എടുത്തിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് 1 ആണ്. ദെൻ ഇപ്പം ഞാൻ പുതുതായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ടൊരു ഡിസിൻഫെക്റ്റൻറ്റ് പ്രിപ്പയർ ചെയ്തു. ദെൻ എനിക്കറിയണം ഈ ഡിസിൻഫെക്റ്റൻറ്റ് ഫീനോളിനേക്കാളും നല്ല കഴിവുണ്ടോ, ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കാണിക്കുന്നുണ്ടോ, അതായത് മൈക്രോ ഓർഗാനിസത്തിനെ നന്നായിട്ട് കില്ല് ചെയ്യുമോ എന്നെനിക്കറിയണം. ഫീനോളിനേക്കാളും ഈ ഡിസിൻഫെക്റ്റൻറ്റ് നല്ലതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്തിട്ട് ആ കാൽക്കുലേഷൻ വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചു. എനിക്കൊരു സംഖ്യ കിട്ടി. ആ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാളും വലുതാണെങ്കിൽ അത് ഫീനോളിനേക്കാളും കൂടിയ അല്ലെങ്കിൽ ഫീനോളിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണെന്ന് മനസ്സിലാവും. ഇനി 1ൽ താഴെയാണ് വാല്യൂ എങ്കിൽ ഫീനോളിൻ്റെ അത്രയും അതിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് വരുന്നില്ല എന്നാണ് അർത്ഥം. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇനി ഫീനോൾ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീനോൾ എന്താണ്, ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അതുപോലെ തന്നെ ഒരു കാർബോക്സിലിക് ആസിഡ്, അരോമാറ്റിക് കോമ്പൗണ്ട് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ചേരുന്നതാണ് ഫീനോൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുലയാണ് C6H6O എന്ന് പറയുന്നത്. then അതിൻ്റെ സ്ട്രക്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫീനോൾ കോഎഫിഷ്യൻറ്റ് നമുക്കറിയാം, പണ്ട് മുതലേ ഉള്ള ഒരു ആൻറ്റിസെപ്റ്റിക് ഏജൻ്റായിട്ട് യൂസ് ചെയ്തതാണ് ഈ ഫീനോൾ എന്ന് പറയുന്നത്. നമുക്ക് ബാക്ടീരിയനെയും ഫംഗസിനെയും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരിതാണ് ഈ ഫീനോൾ എന്ന് പറയുന്നത്. ആ ഒരു 0.1 to 1% കോൺസെൻട്രേഷൻ എടുത്ത് അത് ബാക്ടീരിയോസ്റ്റാറ്റിക്, അതായത് ബാക്ടീരിയനെ അവിടെ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യുന്നൊരു ആക്ടിവിറ്റി കാണിക്കും. ഇനി ഹയർ കോൺസെൻട്രേഷനിലാണെങ്കിൽ 1% to 2% ആണെങ്കിൽ അതൊരു ഫംഗിസൈഡ് അല്ലെങ്കിൽ ബാക്ടീരിയസിഡൽ, അതായത് ഫുള്ളായിട്ട് അതിനെ കില്ല് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. ഈ ഫീനോൾ ഉപയോഗിച്ച് നമുക്ക് ആന്ത്രാക്സ്, പോസിനെ വരെ കില്ല് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ അത്രയും പവറുള്ള ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണ് ഈ ഫീനോൾ എന്ന് പറയുന്നത്. ഈ ഫീനോളിന് എക്സലൻ്റ് ആയിട്ടുള്ള ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ നമ്മളതിനെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ആൻറ്റിസെപ്റ്റിക് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം ഇതിനൊരു ടോക്സിസിറ്റി ഉണ്ട്. നമ്മുടെ സ്കിന്നിനോട് ഒരു ടോക്സിസിറ്റി കാണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളത് കോമൺ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓറൽ ഇഞ്ചക്ഷനൊക്കെ ഒരു സിഗ്നിഫിക്കൻറ്റ് ക്വാണ്ടിറ്റിയിൽ ഓറൽ ഇഞ്ചക്ഷനൊക്കെ ഫീനോൾ കഴിക്കുകയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ഫീനോൾ അകത്ത് പോയാൽ എന്ത് സംഭവിക്കും, മരണം വരെ സംഭവിക്കാനുള്ള അതുപോലെയുള്ള ടോക്സിസിറ്റി ഉള്ളതാണ് ഈ ഫീനോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പിന്നെ ഈ ഫീനോൾ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ക്ലോറിന്, ഓസോൺ, ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ വെച്ചിട്ടുള്ള ഡിസിൻഫെക്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിസിൻഫെക്റ്റൻ്റ് ഈ ഫീനോളിനെ വെച്ച് കമ്പയർ ചെയ്യും. ഇതിനേക്കാൾ എഫക്റ്റീവ് ആണോ ഇൻഎഫക്റ്റീവ് ആണോ എന്നൊക്കെ കമ്പയർ ചെയ്യും. ദെൻ ഈ ഫീനോൾ കോഎഫിഷ്യൻ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്, ഫീനോൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ഒബ്റ്റൈൻ ബൈ ഡിവൈഡ് ചെയ്യുന്നു ഡൈലൂഷൻ റേഷ്യോ ടെസ്റ്റ് ഡിസിൻഫെക്റ്റൻറ്റ് വിത്ത് ദ ഡൈലൂഷൻ റേഷ്യോ ഓഫ് ഫീനോൾ അണ്ടർ പ്രീ ഡിറ്റർമൈൻഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ, കണ്ടോ ദ ഇക്വേഷൻ ഇതാണ്. ഫീനോൾ കോഎഫിഷ്യൻറ്റ് ഈസ് ഈക്വൽ ടു ഡൈലൂഷൻ റേഷ്യോ ഓഫ് ഡിസിൻഫെക്റ്റൻറ്റ്. ഈ ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ഞാൻ പുതുതായിട്ടൊരു ഡിസിൻഫെക്റ്റൻറ്റ് പ്രിപ്പയർ ചെയ്തു. ദെൻ ആ പ്രിപ്പയർ ചെയ്ത ഡൈലൂഷൻ, ഇപ്പോൾ എക്സാമ്പിൾ നോക്കൂ. സപ്പോസ് ഫീനോൾ ഡയലൂട്ടഡ് ടു 1 part in 100 parts ഓഫ് ഡയലുവൻ്റ്. ഓക്കെ, 100ൽ 1 ഭാഗം
ഫീനോളും. അതുപോലെ തന്നെ അപ്പം ഈസ് ഏബിൾ ടു കിൽ ആൻ ഓർഗാനിസം ഇൻ 10 minutes. അതായത് 100ൽ ഒരു ഭാഗം നമ്മൾ ഫീനോൾ ആഡ് ചെയ്ത് ആ ഒരു ഡയലൂഷനിൽ വെച്ച് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ട്രീറ്റ് ചെയ്തപ്പോഴത്തേക്കും 10 മിനിറ്റാണ് നമ്മൾ അതിന് വേണ്ടി കൊടുത്ത സമയം. ആ 10 മിനിറ്റിനുള്ളിൽ ആ ഫീനോൾ എത്രമാത്രം മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്തു അത് ഒന്ന്. ദെൻ നമ്മൾക്കിനി ഞാൻ പുതുതായിട്ട് പ്രിപ്പയർ ചെയ്തൊരു ഡിസിൻഫെക്റ്റൻറ്റ്, ആ ഡിസിൻഫെക്റ്റൻറ്റിനെയും 500ൽ ഒരു ഭാഗം ഡയലൂട്ട് ചെയ്തു. എന്നിട്ടും അതേ സെയിം ടൈമിൽ തന്നെ ഓർഗാനിസത്തിന് വെച്ചിട്ട് ട്രീറ്റ് ചെയ്തു. അങ്ങനെ ട്രീറ്റ് ചെയ്തപ്പം കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടോ, ഡൈലൂഷൻ റേഷ്യോ ഓഫ് ഡിസിൻഫെക്റ്റൻറ്റ് ഞാൻ എത്ര ഡൈലൂഷനിലാണ് എടുത്തത്? 500. ദെൻ 500 ഡിവൈഡഡ് ബൈ ഡൈലൂഷൻ റേഷ്യോ ഓഫ് ഫീനോളിൻ്റെ ഡൈലൂഷൻ റേഷ്യോ 100. ദെൻ ഈസ് ഈക്വൽ ടു അപ്പം 500 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 ആണ് വരുന്നത്. ആ 5 എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയ ഫീനോൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ഫീനോളിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 1ൽ കൂടുതലാണ്. അപ്പോൾ ഈ ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നത് ഫീനോളിനേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആണ്. നമുക്ക് നല്ല ഒരു ഡിസിൻഫെക്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫീനോൾ കോഎഫിഷ്യൻ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഓഫ് ഫീനോൾ കോഎഫിഷ്യൻ്റ് ടെസ്റ്റ് ഉണ്ട്. അതാണ് റൈഡൽ വോൾക്കർ മെത്തേഡ് ഫോർ ഫീനോൾ കോഎഫിഷ്യൻ്റ് ഡിറ്റർമിനേഷൻ ആൻഡ് ചിക്ക്-മാർട്ടിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ റൈഡൽ വോൾക്കർ മെത്തേഡ് എന്ന് പറയുന്നത് 1903 റൈഡൽ വോൾക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഡിസിൻഫെക്റ്റൻറ്റിനെ ഡിറ്റർമൈൻ ചെയ്ത്, അതായത് ഫീനോളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ആ ഒരു മെത്തേഡ് കൊണ്ടുവന്നത് റൈഡൽ വോൾക്കറാണ് 1903. ഈ ഫീനോൾ കോഎഫിഷ്യൻ്റ് അതാണ് മുമ്പേ പറഞ്ഞത്. അതായത് ആ ഫീനോൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന വേറൊരു പേരോടാണ് റൈഡൽ വോൾക്കർ മെത്തേഡ് എന്ന് പറയുന്നത്. ഫീനോൾ കോഎഫിഷ്യൻ്റ് ഈസ് ഈക്വൽ ടു ഡൈലൂഷൻ റേഷ്യോ ഓഫ് ഡിസിൻഫെക്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ഡൈലൂഷൻ റേഷ്യോ ഓഫ് ഫീനോൾ. ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓർഗാനിക് മാറ്ററിൻ്റെ എന്തെങ്കിലും പ്രസൻസ് ഇതിനകത്തുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിട്ടുന്ന വാല്യൂവിൽ ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളിതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പിന്നെ ആ ഒരു ഫീനോളിക് ടൈപ്പ് ഡിസിൻഫെക്റ്റൻ്റെ പവർ മാത്രമേ നമുക്ക് ഈ ടെസ്റ്റ് വഴി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ. ഇനി അടുത്ത ടെസ്റ്റാണ് ചിക്ക്-മാർട്ടിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ചിക്ക്-മാർട്ടിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞു അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്തായിരുന്നു? ഓർഗാനിക് മാറ്റർ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് എന്താണ്, ആ ഓർഗാനിക് മാറ്ററിൻ്റെ പ്രസൻസ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഈ ഓർഗാനിസത്തിന് എത്രമാത്രം കില്ല് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ ഫീനോളിനേക്കാളും എത്രമാത്രം എഫക്റ്റീവാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന മെത്തേഡാണ് ചിക്ക്-മാർട്ടിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത്, അപ്പം മുമ്പ് ചെയ്തത് വാട്ടറിനകത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് ഈസ്റ്റ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു 4% ഡ്രൈഡ് ഹ്യൂമൻ ഫീസിസ്, അതാണ് നമ്മളിവിടെ ഓർഗാനിക് മാറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സസ്പെൻഷനിനകത്ത് നമ്മൾ ഇതിവിടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രസൻസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ദെൻ ടോട്ടൽ ടൈം ഓഫ് ദി ടെസ്റ്റ് എന്ന് പറയുന്നത് 30 minutes ആണ്. സ്റ്റെഫിലോകോക്കസ് സാൽമണല്ല ടൈഫി ആൻഡ് സ്റ്റെഫിലോകോക്കസ് ഓറിയസ് കൾച്ചേഴ്സ് ആണ് നമ്മൾ മെയിനായിട്ടും ഈ ഡിസിൻഫെക്റ്റൻ്റ് എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത്. ദെൻ ആ റൈഡൽ വോൾക്കർ ടെസ്റ്റിൻ്റെ അതേ സെയിം മെത്തേഡ് വഴിയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ നടക്കുന്നത്. ഇനി ഫീനോൾ കോഎഫിഷ്യൻ്റ് ടെസ്റ്റിൽ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 4 മേജർ ഫാക്ടേഴ്സാണ് മെയിനായിട്ടും ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന, ആ ഡിസിൻഫെക്റ്റൻ്റ് ടെസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഒരു റോങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഇതിന് കാരണമാവും ഈ ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? ടെമ്പറേച്ചർ, അതായത് നമ്മൾ അതിന് കൊടുക്കുന്ന ആ ഒരു ഇൻക്യുബേഷന് വെക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മീഡിയത്തിൻ്റെ pH, പിന്നെ സർഫസ് ആക്ടിവിറ്റി ആൻഡ് ദ പ്രസൻസ് ഓഫ് ഇൻ്റർഫിയറിങ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് മാറ്റർ. ദെൻ ഈ ടെമ്പറേച്ചർ കൂടുന്തോറും എന്താണ്, ഇൻക്രീസ്ഡ് ഇൻ ടെമ്പറേച്ചർ ഹാസ് ഷോൺ ഇൻക്രീസ് ഡിസിൻഫെക്റ്റൻറ്റ് പ്രോപ്പർട്ടി. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പം ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ പ്രോപ്പർട്ടി കൂടുതലായിട്ട്, അപ്പം ടെമ്പറേച്ചർ കൂടുതൽ വന്നു കഴിയുമ്പോൾ ചില ഓർഗാനിസംസ് ഡെഡായി പോകുമല്ലോ. അപ്പോൾ നമുക്കതൊരു മിസ്റ്റേക്കായിട്ട് മാറും. കാരണം ഈ ടെമ്പറേച്ചർ കൂടിയത് കൊണ്ടാണോ അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻ്റ് ആക്ടിവിറ്റി കൊണ്ടാണോ ഓർഗാനിസം അല്ലെങ്കിൽ ആ ഒരു ഡിസിൻഫെക്റ്റൻ്റെ പ്രോപ്പർട്ടി കാണിച്ചത്, നമുക്കൊരു ഇത് വരും. ദെൻ പിന്നെ ഒപ്റ്റിമൽ ഗ്രോത്ത് എന്ന് പറയുന്നത് നടക്കാൻ വേണ്ടിയുള്ള pH എന്ന് പറയുന്നത് 6 to 8 ആണ്.
പക്ഷേ ടെസ്റ്റിന് വേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 7.5 ആണ്. പിന്നെ സർഫസ് ആക്റ്റീവ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഇൻ ലോ കോൺസെൻട്രേഷൻ മേ ഇൻക്രീസ് ദ ഡിസിൻഫെക്റ്റൻറ്റ് പവർ. അതായത് ഒരു ലോ കോൺസെൻട്രേഷനിൽ സർഫസ് ആക്റ്റീവ് കോമ്പൗണ്ട്സും ഡിസിൻഫെക്റ്റൻ്റെ പവർ കൂട്ടും. പിന്നെ ഇൻ്റർഫിയറിങ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സർട്ടൻ സോൾട്ട്സ് അതൊക്കെ ഈ ഡിസിൻഫെക്റ്റൻ്റ് ആക്ടിവിറ്റിയെ ഹിൻഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഫിനോൾ കോഎഫിഷ്യൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഡിസിൻഫെക്റ്റൻ്റെ പവർ, അതായത് ഫിനോളിനേക്കാളിലും ഇച്ചിരി കൂടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പവർ കൂടുതലായിട്ടുള്ള ഡിസിൻഫെക്റ്റൻ്റ് ഏതാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ദെൻ ഫിനോൾ കോഎഫിഷ്യൻറ്റ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എങ്ങനെയായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഡിസിൻഫെക്റ്റൻ്റെ ഡയലൂഷൻ ഡിവൈഡഡ് ബൈ ഫിനോൾ ഇതിൻ്റെ ഡയലൂഷൻ. ദെൻ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1ൽ കൂടുതലാണെങ്കിൽ ഫിനോളിനേക്കാളും എഫക്റ്റീവ്, 1ൽ കുറവാണെങ്കിൽ ഫിനോളിനേക്കാളും ഇൻഎഫക്റ്റീവ് എന്ന് പറയാം. ഇതാണ് ഫിനോൾ ഡിസിൻഫെക്ഷൻ ടെസ്റ്റ് ഫിനോൾ കോഎഫിഷ്യൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്.